ഹലോ, നല്ല കോഫി അടിച്ചുകൊണ്ട് നമുക്ക് ചായ പുരാണം പറയാം. ഏതാണ്ട് 2730 BC ചൈനയിലുള്ള ഒരു എംപറർ ആയിരുന്നു ഷെന്നോങ് എന്ന് പറയുന്നത്. പുള്ളിക്കാരന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ സെർവൻസ് ഹെർബൽ ഡ്രിങ്ക്സ് മിക്സ് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം വെരി നാച്ചുറലി വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് യാദൃശ്ചികമായി 2-3 ഇലകൾ വന്ന് വീണു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പ്ലക്ക് ചെയ്ത് കൊടുന്ന് വെച്ചതിലാണോ ഇൻറ്റൻഷനലി ചെയ്തതാണോ അറിഞ്ഞൂടാ. 2-3 ഇലകൾ ഈ പറഞ്ഞ വെള്ളം തിളക്കുന്നതിലേക്ക് വന്ന് വീണു. അത് ആ വെള്ളത്തിൽ ഉണ്ടാക്കിയ കളർ ചേഞ്ച്, അത് കൊടുത്ത ഒരു അരോമ, ഇതൊക്കെ ഭയങ്കര അട്രാക്റ്റീവായി അവർക്ക് തോന്നി. ഷെന്നോങ് എന്ന് പറഞ്ഞ ചക്രവർത്തിക്ക് ഈ ഒരു ഡ്രിങ്ക് വളരെയധികം ഇഷ്ടപ്പെടുക, ഇത് കുടിച്ചപ്പോൾ ഭയങ്കര എന്തോ ഒരു ഉന്മേഷം തോന്നുക, ഒരു ഉന്മാദം തോന്നുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ആൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. ഒഫീഷ്യലി ഇതാണ് ചായയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടായതായതുകൊണ്ട് തന്നെ ചായനെ എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ഫ്രം ഗോഡ് എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടാറുണ്ട്. ചൈന ഇതിൻ്റെ ഒരു കൾട്ടിവേഷൻ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിലൊരു കുത്തകയായി മാറി. ഇത് പതിയെ അറബ്സിനെയും യൂറോപ്സിനെയും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡ്രിങ്കായി മാറി. സിൽക്ക് റൂട്ട് വഴിയുള്ള കച്ചവടത്തിൽ ചായയുടെ പ്രസൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി. മറ്റ് ഏഷ്യൻ കൺട്രീസിൽ, അറബ് കൺട്രീസിൽ, അങ്ങനെ തുടങ്ങി യൂറോപ്പിൽ ഒക്കെ എത്തിയ ഈ തേയിലയുടെ പ്രൊഡക്റ്റിനെ ചായ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ആ ഒരു വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലടത്ത് ചാ പല ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ചൈനയിൽ നിന്ന് കടൽ മാർഗം ജപ്പാൻ സൈഡിലേക്ക് പോയി അവിടുന്ന് പിന്നീട് പല ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റിനെ ടീ എന്ന രീതിയിലും അറിയപ്പെടും. സോ ഈ തമിഴ്നാട്ടിൽ ഈ ഒരു രീതിയിലാണ് ചായ എത്തുന്നത്. കേരളത്തിലേക്ക് എത്തുന്നത് അറബ്സ്, പേർഷ്യൻസ് വഴിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ചായയെ തമിഴ്നാട്ടിൽ ഇത് ടീയുമായത്. 1800 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ ചായയുടെ ഒരു ആധിപത്യം ചൈന എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ അടുത്ത് മാത്രം ഉള്ളതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റിന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടോ ഇന്ത്യയിൽ അസം ബേസ് ചെയ്തിട്ട് അസം, ഡാർജിലിംഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് ഇന്ത്യയിൽ ഒഫീഷ്യലി ചായ കൃഷി തുടങ്ങുന്നത്. അതിനുശേഷം കാലക്രമേണ നമ്മുടെ വയനാട്ടിലും തുടങ്ങി. അങ്ങനെ ഇന്ത്യൻസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡ്രിങ്ക് ആയിട്ട് ചായ മാറി.